തട്ടിപ്പിനും വഞ്ചനയ്ക്കും കേസെടുത്തതിന് പിന്നാലെ അദാനി ഗ്രൂപ്പുമായുള്ള കരാർ റദ്ദാക്കി കെനിയ. വിമാനത്താവള വികസനത്തിന്റെയും ഊർജ്ജ പദ്ധതികളുടെയും കോടിക്കണക്കിന് ഡോളറിന്റെ കരാർ റദ്ദാക്കിയതായിട്ട് പ്രസിഡന്റ് വില്യം റൂട്ടോ വ്യക്തമാക്കി. അന്വേഷണ ഏജൻസികളും സഖ്യരാജ്യങ്ങളും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് അമേരിക്കയെ പരാമർശിക്കാതെ പ്രസിഡന്റ് അറിയിച്ചു. തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലാണ് വിമാനത്താവളത്തിന്റെ ആധുനികവൽക്കരണത്തിനായുള്ള കരാർ. 30 വർഷം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരുന്നു. കരാറിനെതിരെ കെനിയൻ വ്യാപക പ്രതിഷേധം അരങ്ങേറുന്നു. തുടർന്നാണ് കരാർ റദ്ദാക്കിയതായിട്ട് കെനിയ അറിയിച്ചത്. അമേരിക്കയിൽ അദാനിക്കെതിരെ കേസ് ഉയർന്നതും കരാർ റദ്ദാക്കാൻ കാരണമായിട്ടുണ്ട്. സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ ഏകദേശം 2029 കോടി രൂപയുടെ അതായത് $265 കൈക്കൂലി ഇടപാടുകൾ നടത്തിയെന്നും ഇക്കാര്യം മറച്ചുവെച്ച് അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നുമാണ് കേസ്. ഗൗതം അദാനി, അനന്തരവൻ സാഗർ അദാനി ഉൾപ്പെടെ 7 പേരാണ് കേസിലെ പ്രതികൾ. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. 20 വർഷത്തിനുള്ളിൽ ഏകദേശം 16,000 കോടി രൂപ ലാഭം പ്രതീക്ഷിക്കുന്ന കരാറുകൾ നേടുന്നതിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനും ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം 2029 കോടി രൂപ കൈക്കൂലി നൽകാൻ അദാനിയും മറ്റ് 7 പ്രതിനിധികളും ശ്രമിച്ചതായിട്ടാണ് US പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കുന്നത്. ന്യൂയോർക്കിൽ US അറ്റോർണി ഓഫീസ് ആണ് കുറ്റപത്രം സമർപ്പിച്ചത്. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രീൻ എനർജിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജി US നിക്ഷേപകരിൽ നിന്ന് 175 മില്യൺ സമാഹരിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. ഫോർബസ് മാഗസിൻ പ്രകാരം $69.8 ബില്യൺ ആണ് 62കാരനായ അദാനിയുടെ ആസ്തി. US-ൽ ക്രിമിനൽ കുറ്റം ചെയ്തതായിട്ട് ഔദ്യോഗിക ആരോപിക്കപ്പെടുന്ന ചുരുക്കം ചില ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറുകയാണ് അദാനി. എന്നാൽ അമേരിക്കൻ കോടതിയിൽ ഗൗതം അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ തകർന്നടിഞ്ഞ അദാനിയുടെ ഗ്രൂപ്പ് ഓഹരികൾ. ഇന്ന് വ്യാപാരം തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 260 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അദാനിയുടെ ഓഹരിയിൽ ഉണ്ടായത്. ഏതാണ്ട് 20% നഷ്ടമാണ് അദാനി ഓഹരികളിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി മൂല്യത്തിൽ 20% എന്ന കുത്തനെയുള്ള ഇടിവും രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ എനർജി 19-17%, ടോയിൽ ഗ്യാസ് 18-14%, അദാനി പവർ 17-79%, അദാനി പോർട്സ് 15% എന്നിങ്ങനെയാണ് നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഓഹരി ഇടിവാണ് ഇപ്പോൾ അദാനിയുടെ കമ്പനിയിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ വിവാദത്തിന് ശേഷം അദാനി ഓഹരികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓഹരികൾ ഇടിഞ്ഞതോടെ അദാനിയുടെ സമ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 80,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അദാനിക്ക് ഏറ്റവും കൂടുതൽ വായ്പ കൊടുത്ത രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ അമേരിക്കൻ നടപടിയുടെ തിരിച്ചടി നേരിട്ടു. SBIയുടെ ഓഹരികൾ ഇടിഞ്ഞതോടെ ബാങ്കിന്റെ വിപണി മൂല്യത്തിൽ 30,000 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി. സൗരോർജ്ജ കരാറുകൾക്കായിട്ട് അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് അമേരിക്കൻ പ്രോസിക്യൂട്ടർമാരുടെ ആരോപണം. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഫയൽ ചെയ്ത കേസ് അനുസരിച്ച് ഗൗതം അദാനി US നിക്ഷേപകരെ വഞ്ചിക്കുകയും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുകയും ചെയ്തതായിട്ടാണ് ആരോപിക്കപ്പെടുന്നത്. തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി US നിക്ഷേപകരിൽ നിന്നും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നാണ് അദാനി ചെയ്തിരിക്കുന്ന കുറ്റവും.